ഡിപ്ലോമ ഇൻ അപ്ലൈഡ് കൗൺസിലിംഗ് എന്ന കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രാജുവേഷൻ സെറിമണി ആയിരുന്നു. മലപ്പുറത്തേക്കുള്ള യാത്രയിലാണ്. അവിടെ ചെന്നപ്പോൾ ഒരു സാർ എന്നെ സ്ലോ മോഷനിൽ നടക്കാൻ പറഞ്ഞു. ഒരു ഊട്ടിയുടെ പശ്ചാത്തലമൊക്കെ ഉണ്ടോ ഒന്ന് നമുക്ക് എടുത്തു നോക്കാമെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തു. ഞാനും ഒന്ന് നടന്നു നോക്കി. ഞങ്ങളാകെ 8 പേരാണ് അപ്പോൾ ആ സമയത്ത് അവിടെ വന്നത്. ആകെ ഒരു 4 പേര് വന്നപ്പം ഞങ്ങളൊന്ന് ഇരുന്ന് നോക്കി ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കുമായിരുന്നു. ആദ്യം എല്ലാവരോട് കോട്ടൊക്കെ ഇട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്ന് ഇട്ട് നോക്കി. കോഴ്സിൻ്റെ കോർഡിനേറ്ററാണ് ബുദ്ധൻ സാർ. അദ്ദേഹം ഒരു സ്പീച്ചൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നീട് ഞാൻ എൻ്റെ കോട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കി, എങ്ങനെയുണ്ട്, എനിക്ക് സ്യൂട്ടാണോ എന്നൊക്കെ നോക്കി. എന്തായാലും 1 വർഷത്തെ കോഴ്സാണ് കൗൺസിലിങ്ങിൻ്റെ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് കൗൺസിലിംഗ്. ഇത് ഞങ്ങളുടെ കൂടെയുള്ള ലത്തീഫ് സാർ എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളുടെ കൂടെ മേടിച്ചത്. ഇത് ആൻസി മേഡമാണ്. ഇത് ഇമ്പിച്ചി ബാബ സാറാണ്. ഓൾറെഡി സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ മാഡം ഓൾറെഡി എം.കോം B.Ed ഒക്കെ കഴിഞ്ഞ ഒരു മാഡം. ഇത് വളരെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാഡമാണ്. ഇത് അപ്പുക്കുട്ടൻ സാറ് ചെയർമാനാണ് ഇന്ത്യൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ. ഞങ്ങളുടെ കൂടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫൈനലി ഞാൻ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് കൗൺസിലിംഗ്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച്. എല്ലാവരും പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കൂടെ 70 വയസ്സുള്ള ആൾക്കാർ, 70-75 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കോഴ്സ് പഠിക്കാൻ. അവരൊന്നും എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് പ്രായമുള്ളവരുടെ കൂടെയൊക്കെ പഠിക്കാൻ സാധിച്ചു. പല അനുഭവങ്ങൾ കിട്ടി. എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സെഷനാണ്. നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും പുതിയ പാഠ്യപദ്ധതികൾ അത് മനസ്സിലാക്കുക എന്നുള്ളതിനുപരി ഓരോ ആളുകളുടെയും അനുഭവങ്ങൾ, അത് നമ്മളിപ്പോൾ ഒരു കോഴ്സ് ചെയ്യണമെന്നില്ല, ഒരു യാത്ര ചെയ്യുമ്പോഴോ ഒരു എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുമ്പോഴോ ഒക്കെ ലഭിക്കുന്നത് പോലെയുള്ള കുറേ അറിവുകൾ, കുറേ പ്രാക്ടിക്കലായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാ തരത്തിലുമുള്ള എന്തെങ്കിലുമുള്ള പഠനങ്ങൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുകയാണ്, ഓൺലൈൻ കോഴ്സ് ചെയ്യുകയാണ്. ഞങ്ങളിതിപ്പോൾ ഓൺലൈനായിട്ടാണ് ചെയ്തത്. 2-3 ദിവസം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഓഫ്ലൈൻ ക്ലാസ്സുകൾ അധികം ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചു. ഞാൻ ബിരിയാണി റൈസാണ് കഴിച്ചത്. എൻ്റെ പല്ലിന് പ്രശ്നമായതുകൊണ്ടാണ് ബിരിയാണി